ഹായ് ഓൾ. നിങ്ങൾ അധ്യാപന ജോലി ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? നിങ്ങൾ ഓട്ടോമൊബൈൽ ബിടെക് ബിരുദധാരിയാണോ? എങ്കിൽ കേരള PSC ഉടൻ പുറപ്പെടുവിക്കാൻ പോകുന്ന വിജ്ഞാപനങ്ങളിലൊന്നാണ് ലെക്ചറർ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. അതായത് പോളിടെക്നിക് കോളേജിലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലെ ലെക്ചർ പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനം ഉടൻ വരാൻ പോകുന്നു. സോ ആ ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ബിടെക് ബിരുദധാരിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു ജോബും അതോടൊപ്പം തന്നെ ഒരു ഹൈ സാലറി സ്കെയിലും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് പോളിടെക്നിക് ലെക്ചറർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിടെക്നിക് ലെക്ചറർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്ന എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ആ എക്സാം നടന്നത് 2012 അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 427/2012 എന്നായിരുന്നു. സോ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമുക്കറിയാം പോളിടെക്നിക് ലെക്ചറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്. അതിൻ്റെ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 31/7/2012 ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നടന്നത് 5/5/2016. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ സാലറി സ്കെയിലാണ് ഇതിൻ്റെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. സോ 20,740 മുതൽ 36,140 വരെയാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ദെൻ ആ സമയത്ത് വേക്കൻസി 2 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 20/2/2018 മാക്സിമം മാർക്ക്, അതായത് 1ാം റാങ്ക് കരസ്ഥമാക്കിയാൽ നേടിയ മാർക്ക് എന്ന് പറയുന്നത് 62.33 മാർക്കാണ്. അതുപോലെ തന്നെ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 51.67 മാർക്കും ആയിരുന്നു. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 20/7/2021 നമ്പർ ഓഫ് വേക്കൻസി അതേ നമ്പർ തന്നെ, അതായത് ടോട്ടൽ അഡ്വൈസും 2 തന്നെയാണ് നടന്നിരിക്കുന്നത്. സോ നമ്മൾ ഇനി ഈ പോസ്റ്റിനെ പ്രീവിയസ് എക്സാമിലൊക്കെ നടന്ന സിലബസിലേക്ക് നമുക്ക് കടക്കുമ്പോൾ നമുക്കറിയാം പോളിടെക്നിക് ലെക്ചറിൻ്റെ ഇപ്പം കറൻ്റ്ലി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ എക്സാമുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് നമുക്ക് ജനറലി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളും ഇൻക്ലൂഡിങ് മാത്സും പിന്നെ നമ്മുടെ കോർ സബ്ജക്റ്റുമാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് ടെക്നിക്കൽ മാത്തമാറ്റിക്സിനെ തന്നെ പറയാം. നമ്മുടെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ് മൊഡ്യൂൾ 1 നമുക്ക് ഫസ്റ്റ് പാർട്ടായിട്ട് പഠിക്കേണ്ടതായി വരിക. അതുപോലെ തന്നെ ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളായ സിവില്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് കോർ സബ്ജക്റ്റുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ കോർ സബ്ജക്റ്റുകളിൽ നിന്ന് നമുക്ക് ഓരോ മൊഡ്യൂളായിട്ട് തിരിക്കുമ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അവിടെ ഓട്ടോമൊബൈൽ പവർ പ്ലാന്റ്, നമ്മുടെ എൻജിൻസുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. എൻജിൻസ്, അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ ആൻഡ് കൂളിംഗ് സിസ്റ്റം തുടങ്ങിയ ഭാഗത്തു നിന്നൊക്കെയുള്ള ചോദ്യം ആ 2ാമത്തെ മൊഡ്യൂളിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓട്ടോ ഇലക്ട്രിക്കൽ സിസ്റ്റം നമുക്കറിയാം, ചാർജിങ് സിസ്റ്റം, അതുപോലെ തന്നെ ഇഗ്നിഷൻ തുടങ്ങിയ സിസ്റ്റംസൊക്കെ ഉൾപ്പെടുന്നതാണ് ഓട്ടോ ഇലക്ട്രിക് സിസ്റ്റത്തിൽ. അത്തരം ടോപ്പിക്കുകൾ അവിടെ വരുന്നു. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ചേസിസിനകത്ത് ഉള്ള ഭാഗങ്ങൾ, ചേസിസുമായി ബന്ധപ്പെട്ട എല്ലാ സിസ്റ്റങ്ങളും അതിൽ പഠിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഫ്യൂവൽസ് ആൻഡ് കമ്പസ്റ്റ്യൻ, അതിൻ്റെ കൂടെ തന്നെ അപ്ലൈഡ് തെർമോഡൈനാമിക്സും വരുന്നുണ്ട്. പിന്നെ ഓട്ടോമൊബൈൽ സർവീസ് ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് എന്നീ ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ട് നമുക്ക് കോർ സബ്ജക്റ്റിൽ നിന്നും പഠിക്കേണ്ടതായിട്ട് വരിക. സോ ഇതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കുക. നമുക്കറിയാം 2 പാർട്ടാണ് അല്ലേ. ഒരു ജനറൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൻ്റെ ഒരു പാർട്ടുമുണ്ട്, അതുപോലെ തന്നെ കോർ സബ്ജക്റ്റുകളുടെ ഒരു പാർട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്കൊരു പക്ഷേ സംശയം വന്നേക്കാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ പോളിടെക്നിക് ലെക്ചറുകളുടെ എക്സാമുകൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 30 മാർക്കിന് ജനറൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളിൽ നിന്ന്, അതായത് മാത്സ് ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അതിൽ 20%, അതായത് 20 മാർക്കോളം ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളിൽ നിന്നും 10 മാർക്ക് ബേസിക് മാത്സിൽ നിന്നാണ്, അതായത് ടെക്നിക്കൽ മാത്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്സിൽ നിന്നാണ് 10% അല്ലെങ്കിൽ 10 മാർക്കോളമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതുപോലെ തന്നെ കോർ സബ്ജക്റ്റിൽ നിന്ന് ബാക്കി റിമൈനിങ് 70%, അതായത് 70 മാർക്കോളം കോർ സബ്ജക്റ്റിൽ നിന്നായിരിക്കും ഉണ്ടാവുക. നമുക്കറിയാം ഏകദേശം എല്ലാ ഓട്ടോമൊബൈൽ ബിരുദധാരികളും തൻ്റെ കോർ പേപ്പറുകളിൽ വളരെ സ്ട്രെങ്ത് അവർ കാണിക്കും. അതുകൊണ്ട് തന്നെ കോർ പേപ്പറിൽ നിന്നുള്ള മാർക്ക് അത്യാവശ്യം നല്ലപോലെ ട്രൈ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടാവുന്നേ ഉള്ളൂ. എങ്കിൽ
റാങ്ക് മേക്കിംഗ് ആയിട്ട് മിക്കപ്പോഴും വരാറുള്ളത് ഈ ജനറൽ സബ്ജക്റ്റുകളിൽ നിന്ന്, അല്ലെങ്കിൽ ജനറൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് അല്ലെങ്കിൽ മാത്സിൽ നിന്നുമൊക്കെ ആയിരിക്കും ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യം, അല്ലെങ്കിൽ അതിൽ പെർഫോം ചെയ്യുന്ന ഒരാൾക്കായിരിക്കും റാങ്ക് മേക്കിങ്ങിന് അല്ലെങ്കിൽ റാങ്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുന്നത്. സോ കോർ സബ്ജക്റ്റ് അത്യാവശ്യം നല്ലതായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ജനറൽ എഞ്ചിനീയറിംഗും അതുപോലെ മാത്സും നന്നായിട്ട് പഠിക്കാൻ സാധിക്കുമെങ്കിൽ മികച്ച ഒരു റാങ്ക് തന്നെ ഈ ഒരു പോസ്റ്റിൽ കരസ്ഥമാക്കാൻ സാധിക്കും. സോ ലെക്ചർ ഇൻ പോളിടെക്നിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഈ ഒരു പോസ്റ്റിലേക്കുള്ള റാങ്ക് കരസ്ഥമാക്കുക എന്ന് പറയുന്നത് നമുക്കൊരു വാസ്റ്റായ സിലബസ് ആയതുകൊണ്ട് തന്നെ അല്പം ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയേക്കാം. എങ്കിലും ഒരു കൃത്യമായ ഒരു പഠനം, ഒരു ഷെഡ്യൂൾ പ്രകാരമുള്ള ഒരു പഠനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരു വ്യക്തമായ ഒരു ഗൈഡൻസിലൂടെയുള്ള ഒരു പഠനം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉയർന്ന റാങ്ക് തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ്. സോ ഇതിൻ്റെ ബേസിക് എഞ്ചിനീയറിംഗ് പാർട്ടും ഇൻക്ലൂഡിങ് മാത്സും അടക്കമുള്ള ഭാഗങ്ങൾ നമ്മളൊരു ഏകദേശം 120 അവർ വരത്തക്ക രീതിയിലുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഡെമോ ക്ലാസ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയും അല്ലെങ്കിൽ ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതാണ്. സോ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലെക്ചർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് ആപ്പിൽ അവൈലബിൾ ആണ്. ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് ഏണസ്റ്റ് അക്കാഡമി ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.